നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 2. രാമായണ കഥ നമ്മൾ പാരായണത്തിലൂടെ ആരംഭിച്ചു കഴിഞ്ഞു. സാക്ഷാൽ മഹാദേവൻ ഉമാദേവിക്ക് രാമായണ കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് തുഞ്ചത്ത് ആചാര്യൻ അത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ബ്രഹ്മാദി ശങ്കര ദേവന്മാർ മുഴുവൻ ഭൂമിദേവിയുടെ ദുഃഖം കണ്ട് പാലാഴി തീരത്ത് പോയി ഭഗവാനോട് അപേക്ഷിച്ചതും രാവണൻ്റെ ദുശ്ചരിത്രം വർണ്ണിച്ച് ദുഃഖം അനുഭവിക്കുന്ന അവസ്ഥ ഭഗവാനെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ താൻ രാവണനെ നിഗ്രഹിക്കാൻ കശ്യപൻ ദശരഥനായിട്ട് ഇപ്പോൾ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. ആ ദശരഥൻ്റെ പുത്രനായിട്ട് താൻ ജനിക്കും. വാനരന്മാരുടെ സഹായത്തോടുകൂടി താൻ രാവണനെ നിഗ്രഹിച്ചു കൊള്ളാം, ഭൂമിയുടെ കഷ്ടപ്പാട് തീർത്തു കൊള്ളാം എന്ന് പറയുന്ന ഭാഗവും തുഞ്ചത്താചാര്യൻ വർണ്ണിച്ച് ദശരഥ മഹാരാജാവ് പത്നിമാരുണ്ടെങ്കിലും പുത്രഭാഗ്യമില്ലാഞ്ഞ് വ്യസനിക്കുമ്പോൾ ഗുരുനാഥനായ വസിഷ്ഠനോട് പരിഹാരം നിർദ്ദേശിക്കാൻ അഭ്യർത്ഥിക്കുമ്പോൾ വസിഷ്ഠൻ അശ്വമേധയാഗം നടത്താനും പുത്രകാമേഷ്ടിയാഗം നടത്താനും നിർദ്ദേശിക്കുന്നു. അതനുസരിച്ച് ഋഷ്യശൃംഗൻ്റെ കാർമ്മികത്വത്തിൽ പുത്രികാമേഷ്ടി യാഗം നടത്തി ആ അഗ്നിയിൽ നിന്നും വന്ന അഗ്നിദേവൻ കൊടുത്ത പായസം പത്നിമാർക്ക് കൊടുത്തു. അതനുസരിച്ച് പത്നിമാർ ഗർഭം ധരിച്ചു. ഭഗവാന്റെ അവതാരവും ആണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലമർഭകന്മാരും 4 പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിലത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം. കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനുമുച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം.
ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോദ്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്ദ്യമായിരിപ്പൊരു നിർമ്മലമകുടവും സുന്ദരചികുരവും അളകസുഷമയും കാരുണ്യാമൃതരസസമ്പൂർണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഘനവും ശംഖചക്രാബ്ജഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭ ഗളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചീനൂപുരമുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡനവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷദനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താൻ ഇതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവേശ നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വരാ ശൗരേ നമസ്തേ ജഗൽപതേ. നിന്തിരുവടി മായാദേവിയെക്കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിനിതെന്നുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ